Good morning. Good morning, Miss. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. കുടിച്ചു നേരത്തെ ഇങ്ങോട്ട് വരണല്ലോ, അപ്പൊ നമ്മൾ നേരത്തെ ചായയൊക്കെ കുടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ടെർമിനോളജിയുടെ 52 വരെയാണ് നമ്മളന്ന് എടുത്ത് അവസാനിപ്പിച്ചത് അല്ലെ. പിന്നെ മെഡിക്കൽ ടെർമിനോളജി മിക്കവാറും വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഞാൻ മാത്രമായിരിക്കില്ല, ട്രീസ മിസ്സും ഉണ്ടായിരിക്കും, മാഹിദ മിസ്സും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ കഴിഞ്ഞിട്ട് സെക്കൻഡ് അവർ ട്രീസ മിസ് കയറും, മിസ് ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കും കേട്ടോ. അതുപോലെ നാളെ എനിക്ക് നിങ്ങൾക്ക് അവർ വരുന്നില്ല, അത് ഞാൻ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റത്തെ അവർ മിക്കവാറും ഞാൻ കയറും. അപ്പോ ഞാനും മാഹിദ മിസ് പോലെ ആയിരിക്കും ഉണ്ടാകാം. മിക്കവാറും നമുക്ക് നാളത്തോടു കൂടി ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും നിങ്ങളുടെ തീരും. സ്വാഭാവികമായിട്ടും പഠിക്കാൻ നിങ്ങളുടെ എക്സാം വരും കേട്ടോ. ഓക്കെ, ഇപ്പൊ ലാംഗ്വേജ് പോർഷൻസ് പിന്നെ ടെർമിനോളജി മാത്രമാണല്ലോ തീരാനുള്ളത്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററും തീരും. ഫസ്റ്റും സെക്കൻഡും മുതലുള്ള എല്ലാ ചാപ്റ്ററും തീരാണ്. എക്സാം വരും കേട്ടോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാന് എക്സാം ഡേറ്റ് അത് അറിയിക്കും കേട്ടോ. എക്സാം ഡേറ്റ് അറിയിക്കും. സ്റ്റഡി ലീവ് ഇനിയാന്ന് എനിക്കറിയില്ല, ഉണ്ടാവാറുണ്ട്. സാധാരണ 2 ദിവസമൊക്കെ സ്റ്റഡി ലീവ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത്തവണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നമുക്കറിയാത്ത കാര്യമാണ്. നിങ്ങൾ ഇന്റിമേറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഇതുവരെ എല്ലാവർക്കും എല്ലാം മാർക്ക് ചെയ്തതൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആർക്കെങ്കിലും മിസ്സായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം മാർക്ക് ചെയ്യുന്നത് എന്തായാലും പഠിക്കണം നിങ്ങൾ. അത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ 52, അതായത് പ്രിഫിക്സ് നമ്മൾ കഴിഞ്ഞു, സഫിക്സ് കഴിഞ്ഞു, കോമൺ റൂട്ട് വേർഡ്സ് നമ്മൾ തുടങ്ങി. കോമൺ റൂട്ട് വേർഡ്സിന്റെ 52 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. 54 54, 54, 57 57 കേട്ടോ. 57, 61, 67, 68. ഒന്നുകൂടെ പറയാം നമ്പർ നോക്കുക കേട്ടോ. ഇതൊക്കെയാണ് 54 54, 57 57, 61 61, 67 67, then 68 കേട്ടോ. 68 അത്രയും ഈ പേജിൽ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. എന്താണ് ആദ്യത്തെ? റെൻ അല്ലെ. റെൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? കിഡ്നി അല്ലെ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. റീനൽ ഫെയിലിയർ അല്ലെ. റീനൽ എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട ആരാണ്? കിഡ്നിയാണ് അല്ലെ. റീനൽ ഫെയിലിയർ നമ്മൾ ഡയാലിസിസിലൊക്കെ പഠിച്ചിട്ടില്ലേ. റീനൽ റെൻ എന്ന് പറയുന്നത് എന്താണ്? കിഡ്നിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീനൽ ഫെയിലിയർ എന്ന് ഓർത്താൽ മതി. കിഡ്നി ഫെയിലിയർ എന്ന് നമ്മൾ പറയുന്നതാണ്. അതുപോലെ തന്നെ റീനൽ ഡയറ്റ് അല്ലെ. റീനൽ ഡയറ്റ് നിങ്ങൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ല. അപ്പൊ അതിന്റെ പല ടൈപ്പ് ഡയറ്റുകളെ കുറിച്ച് കണ്ടില്ലേ നിങ്ങള്? അപ്പൊ അതിനകത്ത് റീനൽ ഡയറ്റ് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇവർക്ക് തകരാറുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡയറ്ററി ക്രമമാണ് അല്ലെ. റീനൽ ഡയറ്റ് കിഡ്നി ആണെന്ന് മനസ്സിലാക്കാം. അടുത്തതാണ് റെറ്റിന. അതാണ് റെറ്റിന. റെറ്റിന എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ കണ്ണില് കാഴ്ച സാധ്യമാക്കുന്ന ഭാഗമാണിത് റെറ്റിന അല്ലെ. ശരിക്കും പറഞ്ഞാൽ കണ്ണിന്റെ ഇന്നർ ലെയർ ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ്
ലെയർ ഓഫ് ദ ഐ അല്ലെ, ആന്തരിക നാഡി ഉൾപ്പെടുന്ന കണ്ണിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് കേട്ടോ റെറ്റിന എന്ന് പറയുന്നത്. ഈ പ്രകാശം റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ, കാഴ്ച നമുക്ക് വരുന്നത് അല്ലെ, കാഴ്ച എന്ന ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ്. ഓക്കെ, അപ്പൊ റെറ്റിന എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ലെയർ ഓഫ് ദ ഐ. ഓക്കെ, ആന്തരിക നാഡി ഉൾപ്പെടുന്ന കണ്ണിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, സാൻകു. എന്താണ് സാൻകു? സാൻകു എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ മീനിങ്? ബ്ലഡ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, ബ്ലഡ്. ഇവിടെ കമ്പൈൻ ചെയ്യുന്ന വവ്വലാണ്. സാധാരണ ഇത് എന്നല്ല കേട്ടോ വരാം, എന്നല്ല വരാ, ഒന്നില്ലെങ്കിൽ ഐയാണ് കൂടുതലായിട്ടും വരാറ് കേട്ടോ. സാൻക്യുഫെറസ് എന്നൊക്കെ പറയും, സാൻക്യുഫെറസ് എന്ന് പറയും. നമ്മൾ പഠിക്കുക സാൻകു കേട്ടോ. സാൻകു എന്താണ്? ബ്ലഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബ്ലഡ്. ഇവിടെ ശരിക്കും വവ്വലല്ല, എന്ന് പറയുന്ന ഒരു വവ്വലല്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ കാണാൻ സാധിച്ചത് എന്നല്ല അധികം കമ്പൈൻ ചെയ്യുന്നത് ഐയാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ വവ്വലല്ല, കമ്പൈൻ ചെയ്യുന്ന വവ്വല് കൂടുതൽ കാണുന്നത് ഐയാണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഐന്റെ എഴുതി വെച്ചോളൂ കേട്ടോ. എന്നല്ല ഐയാണ് സാധാരണ കാണാറ് കേട്ടോ. എന്നൊന്ന് വെട്ടിയിട്ടേ ഐ ഇട്ട് വെച്ചോളൂ കേട്ടോ. സാൻക്യുഫെറസ് എന്നൊക്കെ പറയാറുണ്ട്. ബ്ലഡ് എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് സെബം. എന്താണ് സെബം? സെബം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ്. അതായത് സെബേഷ്യസ് ഗ്ലാൻഡിന് പുറത്ത് ഒരു ഫാറ്റി, അതിന് പുറത്ത് വരുന്ന ഒരു ഫാറ്റി സെക്രീഷൻ ആണ് കേട്ടോ. എൻ വെട്ടണോ? എന്നെ മാറ്റിക്കൊള്ളൂ, അയ്യെന്ന് ഇട്ടോളൂ കേട്ടോ. അയ്യൻ ശരിക്കും നമ്മൾ കമ്പൈനിങ് വവൽ പറയുമ്പോൾ ബ്രാക്കറ്റിലല്ല പൊതുവെ സൂചിപ്പിക്കുക, സ്ലാഷ് ആണ് കേട്ടോ എഴുതാം. സ്ലാഷ് ഇട്ടാലും മതി നിങ്ങൾ കേട്ടോ. സ്ലാഷ് ഇട്ടിട്ട് ഐ ഇട്ടോളൂ, അയ്യ എന്ന് വേണ്ട, ഐ ഇട്ടോളൂ. കാരണം ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കൂടുതലും എന്നൊന്നാമത്തെ കാര്യം വവ്വലല്ല, പിന്നെ അധികം കാണുന്ന വവ്വൽ ഇതാണ്, ഐയാണ് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അയ്യെന്ന് ഇട്ടോളൂ. എന്തായാലും അത് മാർക്ക് ചെയ്യാത്തൊരു ഭാഗമാണ്, അപ്പം പരീക്ഷയ്ക്ക് വരില്ല. ഓക്കെ, എന്തായാലും ബാക്കിയുള്ളത് നോക്കുക കേട്ടോ, അത് എഴുതി വെച്ചോളൂ. അടുത്തതാണ് സെബം. ഓക്കെ, സെബം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ് കേട്ടോ. സെബേഷ്യസ് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു ഫാറ്റി, അതിന്റെ ഒരു ഫാറ്റി സെക്രീഷനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്? സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, ആ സ്കിന്നിന്റെ കാണപ്പെടുന്ന വളരെ ചെറിയ വളരെ സ്മോൾ ഗ്ലാൻഡുകൾ ഉണ്ട്, ചെറിയ ചെറിയ ഗ്ലാൻഡുകൾ ഉണ്ട് സ്കിന്നിനകത്ത് കേട്ടോ. അതിനെയാണ് നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്നാണ് പറയാം കേട്ടോ. സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്നാണ് പറയാ. അപ്പൊ ഈ ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു തരം ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫാറ്റി ഓയിൽ പോലെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ആ ഒരു സെക്രീഷൻ, ആ ഫാറ്റി സെക്രീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെബം എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന ഏറ്റവും സ്മോൾ ഗ്ലാൻഡ്സ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. അപ്പൊ അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു തരം വളരെ ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാറ്റി ഓയിൽ പോലൊരു സെക്രീഷൻ ഉണ്ട് അതിന്. ആ ഫാറ്റി സെക്രീഷനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെബം. അടുത്തതാണ് സെക്ട്. സെക്ട് എന്ന് പറയുന്ന കട്ട്, സെക്ഷൻ എന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. സെക്ഷൻ ഓർത്താൽ മതി. ഇപ്പൊ ഒരു കട്ടാണ് അല്ലെ, ഒരു കട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലെ, ഒരു സെക്ഷൻ അല്ലെ, 2 സെക്ഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ സെക്ട് എന്ന് പറയുമ്പോൾ കട്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കട്ടാണ് അതിന്റെ മീനിങ്, കട്ട് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അടുത്തതാണ് എന്ത്? സെപ്സിസ്. അടുത്ത എന്താണ്? സെപ്സിസ്. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. സെപ്സിസ് കേട്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോ സെപ്സിസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സെപ്സിസ് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, കേട്ടിട്ടില്ല? ആദ്യമായിട്ടാണോ കേൾക്കണേ? ഓക്കെ, കേട്ടിട്ടുണ്ട്. അപ്പൊ നോക്കാം, ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് or their toxins in the blood അല്ലെ. Also the toxic condition caused by such presences. അതായത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ചില മൈക്രോ ഓർഗാനിസംസിന്റെ, സൂക്ഷ്മ രോഗാണുക്കളുടെ സാന്നിധ്യമാണ് അല്ലെ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ബ്ലഡിനെ ടോക്സിക് ആക്കുന്ന ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആൾസോ ദ ടോക്സിക് കണ്ടീഷൻ കോസ്ഡ് ബൈ സച്ച് പ്രസൻസ്. അണുബാധ എന്നൊക്കെ നമ്മൾ പറയും, രക്തത്തിൽ ഉണ്ടാകുന്ന അണുബാധ. അതെ, അണുബാധയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ, സെപ്സിസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടിയ തരത്തിലുള്ള അണുബാധയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആ അണുബാധ വരുന്നൊരു സാഹചര്യത്തിനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ തന്നെയാണ്, ബ്ലഡിൽ വരുന്ന ഇൻഫെക്ഷൻ ഇല്ലേ, അത് തന്നെയാണ്. പക്ഷെ ബ്ലഡിൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത്
കൂടി ഭയങ്കരമായിട്ട് കൂടി നമ്മുടെ എന്താ പറയാ ശരീരത്തിലെ മറ്റുള്ള എല്ലാ ഓർഗൻസിനും ബാധിക്കുന്ന രീതിയിലേക്ക് മാറില്ലേ, രക്തത്തിൽ അണുബാധ വർദ്ധിക്കില്ലേ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞത് മനസ്സിലായല്ലോ, the presence of microorganisms or their toxins in the blood കേട്ടോ. ബ്ലഡിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു അണുബാധ അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൾസോ the toxic condition caused by such presences. ക്ലിയർ. അടുത്തതാണ് എന്ത്, സെപ്റ്റ്. എന്താണ് സെപ്റ്റ് കേട്ടോ. ഓക്കെ, അതായത് സെപ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്, വാൾ അല്ലെങ്കിൽ ഡിവൈഡർ അല്ലെങ്കിൽ ആൾസോ 7 എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. 7 എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. അത് നോക്കുക, വാൾ അല്ലെങ്കിൽ ഡിവൈഡർ. ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്നതാണ് സെപ്റ്റം ഓഫ് നോസ് അല്ലെങ്കിൽ നോസ് സെപ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. സെപ്റ്റം ഓഫ് ദ നോസ്. സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നോസിന്റെ ഡിവൈഡർ ആണ് ഉദ്ദേശിക്കുന്നത്. വാൾ അല്ലെങ്കിൽ ഡിവൈഡർ, നമ്മുടെ മൂക്കിന്റെ ആ നടുക്ക് കൂടെ പോകുന്ന ഡിവൈഡർ ഉണ്ടല്ലോ, അതാണ് സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു കാർട്ടിലേജ് ഉണ്ടല്ലോ, ലെഫ്റ്റ് നോസിനെയും റൈറ്റ് നോസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു കാർട്ടിലേജിന്റെ ഡിവൈഡർ, ദാറ്റ് ഈസ് കോൾഡ് സെപ്റ്റം ഓഫ് ദ നോസ് കേട്ടോ. അപ്പൊ സെപ്റ്റം, ഓക്കെ, സെപ്റ്റ് എന്ന് പറയുമ്പോൾ വാൾ അല്ലെങ്കിൽ ഡിവൈഡർ. പിന്നെ എന്താണ്, 7 എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഇതിൽ പഠിക്കില്ലേ, രണ്ട് പഠിക്കാറുണ്ട്, ഒക്ട്, സെപ്റ്റ്, നോണ്, ടെക്ക്, പെന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ല. അതുപോലെ സെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 ആണ് കേട്ടോ. അടുത്തതാണ് സെറം. സെറം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ, ലബോറട്ടറിയിലും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. സെറം എന്താണ്, ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്തുള്ള ആ ഒരു ക്ലിയർ സൊല്യൂഷൻ, ക്ലിയർ പോർഷനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. ബ്ലഡിനകത്ത് ധാരാളം എന്തുണ്ട്, ബ്ലഡ് സെല്ലുകളുണ്ട് അല്ലെ, അതുപോലെ തന്നെ പ്ലാസ്മയുണ്ട്. അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലിയർ ലിക്വിഡ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ് കേട്ടോ, സെറം. അടുത്തത് എന്താണ്, അടുത്തത് സൈനസ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്താ, സൈനസൈറ്റിസ്. മിക്കവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണ് അല്ലെ, സൈനസൈറ്റിസ് എന്ന് പറയും. സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാവിറ്റി അല്ലെങ്കിൽ ചാനൽ ഓർ ഹോളോ സ്പേസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ക്യാവിറ്റി അഥവാ ചാനൽ, എന്താണ് ഹോളോ സ്പേസ് കേട്ടോ. ഹോളോ സ്പേസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഈ നോസിന്റെ, നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിൽ വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ എന്താണ് മറ്റേ കഫം വന്നൊക്കെ നിറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇൻഫ്ലമേഷൻ, വീക്കം അനുഭവപ്പെടും. അതാണ് നമ്മൾ സൈനസൈറ്റിസ് എന്നതാണ്. അവിടെ ഒരു ക്യാവിറ്റിയാണ് ശരിക്കും, ഹോളോ സ്പേസിന് മൂക്കിന്റെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ക്യാവിറ്റി പോലെയാണ്. സോ അവിടെ വരുന്ന ആ ഒരു എന്താ പറയാ വീക്കം, ഇൻഫ്ലമേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ സൈനസ് മനസ്സിലായല്ലോ, ക്യാവിറ്റി, ചാനൽ ഓഫ് ഹോളോ സ്പേസ്. അടുത്തതാണ് സോമ. സോം എന്ന് പറയാം, സോമ. സോമ എ എന്ന് പറയുന്ന വവലാണ് സാധാരണയായിട്ട് അതിന്റെ കൂടെ എന്താണ് കമ്പൈൻ ചെയ്യാറ്. ബോഡി എന്നർത്ഥം കേട്ടോ, ബോഡി ശരീരം എന്നർത്ഥമാണ്. സൊമാറ്റ്. സൊമാറ്റ് എന്നൊക്കെ പറഞ്ഞ് ബോഡി എന്നാണ് അർത്ഥം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൊമാറ്റോട്രോപ്പിൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സൊമാറ്റോട്രോപ്പിൻ ഹോർമോൺ ആണ്, കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സൊമാറ്റോട്രോപ്പിൻ വളർച്ച ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് കേട്ടോ. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ട്, വളർച്ച ഹോർമോൺ ഉണ്ട്. അപ്പൊ വളർച്ച നമ്മുടെ ബോഡിയുടെ വളർച്ചയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോമ എന്ന് പറയുമ്പോൾ ബോഡി കേട്ടോ, ബോഡി. സൊമാറ്റ് ബോഡി എന്നാണ് അർത്ഥം. ഓർമ്മയില്ല, കുഴപ്പമില്ല, ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞതൊന്ന് കേട്ടാൽ മതി കേട്ടോ. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞ വേറെ നല്ലൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തില്, വളർച്ചാ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വളർച്ചാ ഹോർമോൺ ആണ് നമ്മുടെ ബോഡിക്ക് വളരാനുള്ള സഹായിക്കുന്ന ഹോർമോൺ ആണ് കേട്ടോ. ഓക്കെ, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സൊമ ഒക്കെ പറഞ്ഞ് ബോഡി എന്നർത്ഥം. അടുത്തതാണ് സ്പിർ അല്ലെങ്കിൽ സ്പൈർ എന്ന് പറയാം. കോയിൽ, ഇതിന് ഓർക്കാലോ, സ്പൈറൽ അല്ലെ, സ്പൈറൽ. നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ചിലപ്പോൾ സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും, സ്പൈറൽ ബൈൻഡിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ടില്ലേ, സ്പൈറൽ പോലെ വരും അല്ലെ, കോയില് പോലെ അല്ലേ, അത് ചിന്തിച്ചാൽ മതി കേട്ടോ. സ്പൈർ, കോയിലാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്, സ്റ്റാസിസ്. എന്താണ് സ്റ്റാസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. അതായത് ഒരു ബ്ലഡിന്റെ നോർമൽ ഫ്ലോയിനെ എന്താ ചെയ്യാ, സ്ലോ ചെയ്യാണ് അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ ബ്ലഡിന്റെ ഫ്ലോയിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. എന്ത് ചെയ്യാണ്? അവിടെ സ്ലോ ചെയ്യാണ് അല്ലെ? ഓക്കെ, അതാണ് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് ദി ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. എന്താണ്? പ്രിന്റ് സെയിം അല്ലല്ലോ എന്നാ എനിക്ക് മനസ്സിലായത്. പ്രിന്റ് സെയിം അല്ലല്ലോ എന്നാ എന്താണ് ഉദ്ദേശിച്ചത്? പ്രിന്റ് സെയിം അല്ലാന്ന് ഉദ്ദേശിച്ചത് ക്ലിയർ ആയില്ല കേട്ടോ. എന്താ പറഞ്ഞില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് ദി ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. ഓക്കെ, അടുത്തത് സ്റ്റാച്ചർ. എന്താണ്? സ്റ്റാച്ചർ കേട്ടോ. സ്റ്റാച്ചർ സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? ഹൈറ്റ് കേട്ടോ. ഹൈറ്റ്. സ്റ്റാച്ചർ മീൻസ് ഹൈറ്റ്. ഓക്കെ, ടെസ്റ്റ് സെയിം അല്ലല്ലോ അല്ലെ? എന്തിന്റെ ടെസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്? PDF. PDFന്റെ കാര്യം ഇത് ഈ പ്രിന്റിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? സെയിം ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കും പ്രിന്റിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ടെക്സ്റ്റ് ബുക്കിലുള്ളതും പ്രിന്റും സെയിം ആണോ എന്നാണോ പറയുന്നത്? രണ്ടും സെയിം ആണ്, വ്യത്യാസമില്ല. അത് ബുക്കാക്കിന്ന് മാത്രം. ഓക്കെ, സെയിം അല്ലേ? ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്തതാണ് സ്റ്റാച്ചർ കേട്ടോ. സ്റ്റാച്ചർ എന്ന് പറഞ്ഞാല് ഹൈറ്റ് എന്നർത്ഥം കേട്ടോ. ഹൈറ്റ്, ഉയരം എന്നുള്ള അർത്ഥമാണ്. അടുത്തത് സ്റ്റേൺ. സ്റ്റേണോ, സ്റ്റേണം. എന്താണെന്നറിയോ? സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോൺ. അതായത് നമ്മൾ പറയും മാറില്ല് എന്നൊക്കെ പറയും കേട്ടോ. മാറില്ല്, അതിനെയാണ് നമ്മള് സ്റ്റേണം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേണോ എന്നൊക്കെ കേട്ടാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റേണമാണ് കേട്ടോ. മാറിൽ അഥവാ ബ്രസ്റ്റ് ബോൺ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പറയില്ലേ അത് സ്റ്റേൺ ആയിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്റ്റേൺ ആയിട്ട് നിൽക്കണം എന്ന് പറയാറില്ല. നല്ല മാറിലൊക്കെ നിവർത്തി നല്ല പിടിക്കറായിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ സ്റ്റേൺ എന്ന് പറയുന്നത് സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോൺ കേട്ടോ. മാറിലാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്റ്റോമ. എന്താണ്? സ്റ്റോമ കേട്ടോ. സ്റ്റോമ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബോഡിയുടെ ഉപരിതലത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സുഷിരം, പോർ, ലൈക്ക് പോർ. പോർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സുഷിരം. അതാണ് എന്ത്? അങ്ങനെയുള്ള സുഷിരത്തിനെയാണ് നമ്മൾ സ്റ്റോമ എന്ന് പറയുന്നത് കേട്ടോ. ആൾസോ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂറിനോ അല്ലെങ്കിൽ ഫീസസ്. ഫീസസ് എന്താണ്? മലം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ യൂറിനും ഈ പറയുന്ന ഫീസസും ഒക്കെ എന്ത് ചെയ്യാനായിട്ട്? പാസ് ചെയ്യാനായിട്ട് നമ്മുടെ വയറിന്റെ ഭാഗത്തൊക്കെ ചെയ്യുന്ന ചെറിയൊരു എന്താ പറയുക ക്രിയേഷൻ ഓഫ് എ ഹോൾ, ചെറിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ഹോള് ശരിക്കും പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ ഉപരിതലത്തിലുള്ള ടൈനി ഓപ്പണിങ്സിനെയാണ് നമ്മൾ സ്റ്റോമ എന്ന് പറയുന്നത്. അപ്പോഴും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഫോട്ടോസിന്തസൈസ് പഠിക്കില്ലേ നമ്മള്? പ്രകാശ സംശ്ലേഷണം. അതിനകത്ത് എങ്ങനെയാണ് ആ പ്രകാശം വരുന്നത്? സ്റ്റോമാറ്റ. കേട്ടിട്ടുണ്ടോ? സ്റ്റോമാറ്റ, ആസ്യരന്ധ്രം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിലൊക്കെ ഇത് സംഭവം കേട്ടോ. സ്റ്റോമാറ്റ എന്നാണ് ആസ്യരന്ധ്രം എന്നതിന്റെ ഇംഗ്ലീഷാണ് സ്റ്റോമാറ്റ. പറയുമ്പോ ഇലകളുടെ മുകളിലുള്ള ചെറിയ സുഷിരം ഉണ്ടല്ലോ, അതിലൂടെയാണ് ആ ഒരു ലൈറ്റും മറ്റുമൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, അല്ലാത്തവർ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സ്റ്റോമ കേട്ടോ. സ്റ്റോമ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ബോഡിയുടെ സർഫസിലുള്ള ചെറിയ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പറഞ്ഞത്. അതല്ലെങ്കിൽ യൂറിനോ ഫീസസോ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയറിന്റെ ഭാഗത്ത്, അബ്ഡോമിനൽ ഭാഗത്ത്, അതിന്റെ വാളില് ഭിത്തിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പോർ, ഓക്കെ, സുഷിരം, ടൈനി ഓപ്പണിംഗ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോമ. അടുത്തതാണ് എന്ത്? ടാക്ട്. ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടച്ച് എന്നാണ് കേട്ടോ അർത്ഥം. ടച്ച്. ടാക്ടൈൽ എന്നുള്ള അർത്ഥം എന്താണ്? സംതിങ് ദാറ്റ് ക്യാൻ ബി ഫിസിക്കലി ടച്ച്ഡ് കേട്ടോ. അതായത് നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും. ടാക്ടൈൽ. ഓക്കെ, ടാക്ടൈൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ അത് ടച്ചുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ടച്ച് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സംതിങ് ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്. പറയാം. സീരിയൽ നമ്പർ ഒന്നുകൊണ്ട് പറയാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ പേജിനകത്ത്, ഈ പേജിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 54 കേട്ടോ. 54, 54, 57, 57 കേട്ടോ. 57, 57, then 61, 61, 67, 67, then 68, 68.
കിട്ടിയില്ലോ? 54, 57, 61, 67, 68. മാറ്റം ഉണ്ടാവും. എന്ത് മാറ്റമാണുള്ളത്? മാറ്റം ഉണ്ടാവും. നോക്കട്ടെ എന്താണ്? സെയിം ആണല്ല. അനക്കേന്റെ ടെക്സ്റ്റിലാണോ മാറ്റം? അനക്ക് ടെക്സ്റ്റ് ആണോ വാങ്ങിക്കുന്നത്? ഇതിലാണോ മാറ്റം? PDF പ്രിന്റ് എടുത്തതാ. എല്ലാവരും മിക്കവരും PDF പ്രിന്റ് അല്ലേ എടുത്തേക്കുന്നത്. പിന്നെന്താണ് മാറ്റം വന്നത്? മോള് നോക്കണം കേട്ടോ. നമ്മൾ പറയുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് ആണ്. അങ്ങനെയായിരിക്കും മാറ്റം. നമ്മൾ പറയുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ. ഇതേ 52 ഇതിലും വരുന്നുണ്ട്. പ്രിഫിക്സിനകത്തും വരുന്നുണ്ട് കേട്ടോ. പ്രിഫിക്സിനകത്തും സെയിം നമ്പേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പേജ് മാറി കിടക്കുന്നതായിരിക്കും കേട്ടോ. അതെന്താ ഒന്ന് നോക്കുക. ചിലപ്പോ അങ്ങനെ ആവാനായിരിക്കും സാധ്യത. നമ്മളിപ്പോ പറയുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ്. എല്ലാ പ്രിഫിക്സ് തുടങ്ങുന്നതും 1 തൊട്ട് ആണ് തുടങ്ങുന്നത്. അതുപോലെ സഫിക്സ് തുടങ്ങുന്നതും 1ാമത്തെ നമ്പർ തൊട്ടാണ്. അതുപോലെ കോമൺ റൂട്ട് വേർഡും 1ാമത്തെ നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പേജ് അങ്ങോട്ട് ഇങ്ങോട്ട് ചിലപ്പോ മാറിയിട്ടുണ്ടാവും കേട്ടോ. അതായിരിക്കും. ഓക്കെ. അതുകൊണ്ടായിരിക്കും മോള് എടുത്തേക്കുന്ന നമ്പർ ചിലപ്പോ വല്ല പ്രിഫിക്സിന്റെ നമ്പർ ആയിരിക്കും മോള് എടുത്ത് വെച്ചിട്ടുണ്ടാവാം. അതായിരിക്കും ചിലപ്പോ സെയിം അല്ല എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു. ഓക്കെ ആയാനൊക്കെ നമ്മൾ പറയുന്ന കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. അതിനടുത്ത് തുടങ്ങുന്ന 1ാമത്തെ നമ്പർ തൊട്ടാ. ശരി. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ശരി. ഇതാണ് സംഭവം മനസ്സിലായത് എന്താണുള്ളത്. പക്ഷെ പെട്ടെന്ന് മാറിപ്പോയി. നമ്മള് പ്രിഫിക്സിലും ഇതേ നമ്പർ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ്. ഓക്കെ. നമ്മൾ കോമൺ റൂട്ട് വേർഡ്സിന്റെ അവസാനത്തെ പേജിലോട്ട് കടക്കാണ് കേട്ടോ. നെക്സ്റ്റ് പേജ് ആണ്. പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. മെൻഷൻ ചെയ്താൽ ആ കുട്ടിക്ക് എളുപ്പമുണ്ടാവും. അപ്പൊ നോക്കാം. ഇനി എന്താണ്? കോമൺ റൂട്ട് വേർഡ്സിന്റെ അടുത്ത പേജ് കേട്ടോ. 69 തൊട്ട് 79 വരെ കേട്ടോ. 79 വരെ കേട്ടോ. 69 തൊട്ട് 79 വരെയാണ്. അതില് മാർക്ക് ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്തോളൂ. 71 71 മാർക്ക് ചെയ്യാം കേട്ടോ. 71 75 75 76 76 കേട്ടോ. 3 മാർക്ക് ചെയ്യാനുള്ളൂ. 71 75 then 76. ഓക്കെ ആണല്ലോ? 3 ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാം. ടെട്ര. ടെട്ര എന്ന് പറയുമ്പോ എന്തായിരിക്കും? 4. നമുക്കറിയാലോ. അതായത് ബൈ എന്ന് പറയുമ്പോ 2 ആണ്. ബൈ ഡൈ എന്നൊക്കെ പറയുമ്പോ 2 ആണ്. ട്രൈ എന്ന് പറയുമ്പോ 3 ആണ്. ടെട്ര എന്ന് പറയുമ്പോ എന്തായിരിക്കും? 4. പെൻറ്റ പറയുമ്പോൾ പെൻറ്റ 5 കേട്ടോ. അങ്ങനെ കുറെ ഉണ്ട്. ഹെക്സ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സെപ്റ്റ് എന്ന് പറഞ്ഞില്ലേ? 7 എന്ന് പറഞ്ഞില്ല. അതുപോലെ ടെട്ര എന്ന് പറഞ്ഞാല് 4 ആണ് കേട്ടോ. 4 ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടോം. ടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കട്ട്. നേരത്തെ നമ്മൾ സെക്ട് പറഞ്ഞതും കട്ടാണ് കേട്ടോ. സെക്ഷൻ. അതുപോലെ തന്നെയാണ് ടോം. ടോം എന്ന് പറയുന്നത് കട്ട് ചെയ്യാം. കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതിങ്ങനെ ഓർത്തല്ലേ? ടോമോഗ്രഫി നമ്മൾ പറയാറില്ലേ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. CT സ്കാൻ പഠിച്ചപ്പോ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കട്ട്, ഒരു സെക്ഷൻ. കട്ട് മാത്രമല്ല, സെക്ഷൻ അല്ലെങ്കിൽ സ്ലൈസ് അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറയുന്നത് CT സ്കാൻ ആണ് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ ആണല്ലോ നമ്മൾ മെയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു സെക്ഷൻ, ഒരു കട്ട് എന്നൊക്കെയുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ടോം കട്ട് എന്നാണ് അർത്ഥം. ടോക്സിക് എന്താണ്? പോയിസണസ്. എല്ലാവർക്കും അറിയാലോ. ടോക്സിക് എന്ന് പറയുമ്പോൾ പോയിസണസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ട്രിച്ച്. ട്രിച്ച് എന്താണ്? ട്രിച്ച് ഹെയർ ആണ് കേട്ടോ. ഹെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. അത് ഓരോ ഇതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. കേട്ടോ. എന്ന് പറയാം. ചിലര് എന്ന് പറയും. കേട്ടോ. എന്ന് പറയുമ്പോ യൂറിൻ ആണ് കേട്ടോ. യൂറിൻ. ഓക്കെ. അടുത്തത് വാരിക്. വാരിക് എന്ന് പറഞ്ഞ എന്താണ്? വെരിക്കോസ് വെയിൻ ആണ് കേട്ടോ. വെരിക്കോസ് വെയിൻ. ഓക്കെ. വാരിക് എന്ന് പറയുമ്പോൾ വെരിക്കോസ് വെയിൻ ആണ് കേട്ടോ. വെരിക്കോസ് വെയിൻ. അടുത്തതാണ് വെർട്ടിഗോ. എന്താണ്? വെർട്ടിഗോ. എന്താണ് വെർട്ടിഗോ എന്ന് പറഞ്ഞാല് എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് അത് തന്നെ ശ്രീലക്ഷ്മിക്ക് മനസ്സിലാക്കട്ടെ. അത് തന്നെ, അതാണ് ഞാൻ പറയാൻ വന്നത്. എയർ ബാലൻസ് ഇഷ്യൂ ആണ് കേട്ടോ. അവര് കഴിക്കുന്ന മരുന്നുകളുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതില്
വെർട്ടിഗോ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലോ ഇയർ ബാലൻസ്. എനിക്കുണ്ട്, അതുകൊണ്ടാണ് ശ്രീലക്ഷ്മിക്ക് അത് തന്നെ വെർട്ടിംഗ് 16. ഓക്കെ, അതെ 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 അനീഷ, മാർക്ക് ചെയ്തത് മാത്രം എക്സാമിന് വരുള്ളൂ കേട്ടോ. മാർക്ക് ചെയ്തത് മാത്രമേ എക്സാമിന് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചു പോകണം, അത് എക്സാമിന് വരും. ബാക്കിയുള്ളത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാം, ഓക്കെ. പക്ഷെ മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം, അത് എക്സാമിന് വരും കേട്ടോ. അടുത്തത് വെർട്ടിഗോ എന്ന് പറഞ്ഞ എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ഓൺ ബോഡി ഓർ ദ സറൗണ്ടിങ്സ് ആർ സീൻ ആസ് മൂവിങ്. അതായത് ഒരു ഡിസോർഡേർഡ് സെൻസേഷൻ ആണ് നമ്മുടെ ശരീരം, നമുക്ക് ചുറ്റുമുള്ളത് ഇങ്ങനെ കറങ്ങുന്നതായിട്ടുള്ള ഒരു സെൻസേഷൻ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഒന്നും വിചാരിക്കേണ്ട, നമ്മുടെ ഇയർ ബാലൻസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഇയർ ബാലൻസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുഭൂമി മൊത്തം ഇങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. ലാത്തൊരു കറക്കം ഉണ്ടായിരിക്കും കൂടുതലുള്ളവർക്ക്. ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മരുന്നിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാം, വെർട്ടിഗോ, ശ്രീലക്ഷ്മി പറഞ്ഞില്ലേ വെർട്ടിൻ 16 എന്നൊക്കെ ഉള്ളത്, ആ പേരുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിക്കാം, വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ശരീരം നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ് കേട്ടോ. ഇയർ ബാലൻസ് ഇഷ്യൂ വരുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ വെർട്ടിഗോ. അടുത്തതാണ് വിസർ. വിസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ഓർഗൻസ് കേട്ടോ, ആന്തരിക അവയവങ്ങളെ പറയുന്നതാണ് ഇന്റേണൽ ഓർഗൻസ്. വിസറൽ ഓർഗൻസ് എന്നൊക്കെ പറയുന്നത്, വിസറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ഓർഗൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് വിസ്കസ് എന്താണ്? സ്റ്റിക്കി അല്ലെ, ഒരു തരം ഒട്ടിപ്പിടിക്കുന്ന വിസ്കസ് ആണ് നമ്മൾ പറയുന്നത്. വിസ്കസ് നമ്മൾ ഇതിലൊക്കെ പഠിക്കുന്നുണ്ട്, വിസ്കോസിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. വിസ്കോസിറ്റി, വിസ്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സ്റ്റിക്കി. അടുത്തതാണ് സെൻ എന്ന് വായിക്കരുത്, സെൻ എന്ന് വായിക്കണം കേട്ടോ. സെൻ എന്താണ്? ഫോറിൻ മെറ്റീരിയൽ ആണ്, എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ ആയിരിക്കും സെൻ. അതുപോലെ സെർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈൻ ആണ് കേട്ടോ. ഒരു ഇതുണ്ട് സെറോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആവുന്ന അവസ്ഥയാണ്, ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ ആണ്. അപ്പൊ സെർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആണല്ലോ? അത്രയാണ് കോമൺ റൂട്ട് വേർഡ്സ് വരുന്നത്. ഈ പേജിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 71, 75 ആൻഡ് 76 ആണ് കേട്ടോ. കിട്ടിയില്ല? അപ്പൊ അതോടുകൂടി നമ്മുടെ കോമൺ റൂട്ട് വേർഡ്സ് അവസാനിക്കാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. അതാണ് അബ്രീവിയേഷൻസ്. എന്താണ് അബ്രീവിയേഷൻ? നമ്മൾ പ്രിഫിക്സ് കണ്ടു, ബിഗിനിങ് പാർട്ടാണ്, അത് തന്നെ ചുരുക്കിയെടുത്ത് അതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വലിയ നോട്ട്സ് ഒക്കെ ഷോർട്ട് ആക്കാനും ഡോക്യുമെന്റേഷനും ഒക്കെ പ്രത്യേകം ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻ ഉള്ളത്, നമുക്കറിയാം. അപ്പൊ പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്, സഫിക്സ് എൻഡിങ് പാർട്ടാണ്, കോമൺ റൂട്ട് വേർഡ്സ് എന്നതാണ് ചീഫ് പാർട്ട്, എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ഇനി വേറൊരു വിഭാഗമാണ് അബ്രീവിയേഷൻസ്. ഇനി ഇവിടെ നമ്മളുള്ളത് കംപ്ലീറ്റ് അബ്രീവിയേഷൻസ് ആണ്. അപ്പൊ നോക്കാം അബ്രീവിയേഷൻ. കണ്ടോ, ഇതും ഫസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, അബ്രീവിയേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് മാർക്ക് ചെയ്യുന്നത് 2 മാർക്ക് ചെയ്താൽ മതി. 1 5 കേട്ടോ, 5 മാർക്ക് ചെയ്യാം കേട്ടോ, 5 മാർക്ക് ചെയ്യാം, 7 മാർക്ക് ചെയ്യാം കേട്ടോ, 7. ഈ പേജിനകത്ത് 1 മുതൽ 8 വരെയുള്ള അബ്രീവിയേഷൻസിനകത്ത് 5 മാർക്ക് ചെയ്യാം, 7 മാർക്ക് ചെയ്യാം, 5 7. ഓക്കെ, ശരി, നമുക്ക് വായിക്കാം എന്നാ. നോക്കാം കേട്ടോ, അബ്രീവിയേഷൻസ് ആണ് കേട്ടോ, ചുരുക്കെഴുത്തുകളാണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. A and P രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. A and P എന്താണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി. അതാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഇത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇതേ സംഭവം തന്നെ സ്മോൾ ലെറ്ററിൽ തന്ന വേറെയാണ് അബ്രീവിയേഷൻ, മനസ്സിലായോ? അപ്പൊ അതും സ്മോളും ക്യാപിറ്റലും ഒക്കെ അവിടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ A and P രണ്ടും ക്യാപിറ്റൽ ആണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബോഡി സ്ട്രക്ചർ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, നമ്മുടെ ബോഡിയുടെ ഘടന സ്ട്രക്ചർ ആണ്. ഫിസിയോളജി എന്താണ്? ഹൗ ഇറ്റ് ഫങ്ഷൻസ്, എങ്ങനെയാണ് ബോഡിയിലെ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് 2 കൺസെപ്റ്റ് ആണ് കേട്ടോ. അനാട്ടമി ദാറ്റ് ഈസ് ദ ബോഡി സ്ട്രക്ചർ, ഫിസിയോളജി മീൻസ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ A and P എന്ന് പറഞ്ഞാൽ എന്താണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി. അടുത്തത് നോക്കിയേ, സ്മോൾ a കണ്ടോ. A എന്ന് പറഞ്ഞ A ഒരു ചെറിയ ഹൈഫൺ പോലത്തെ പ്രിഫിക്സ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. A എന്ന് പറയുന്നത് ബിഫോർ ആണ്. ഇത് അബ്രീവിയേഷൻ ആണ്, നമ്മൾ പറഞ്ഞ ബിഫോർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ബിഫോർ. ഇനി നോക്കിയേ, A സ്മോൾ ആണ്, സ്മോൾ ലെറ്റർ ആണ്. A അതിന്റെ അർത്ഥം എന്താണ്? ഓഫ് ഈച്ച്, ഓരോന്നും എന്നുള്ള അർത്ഥം. ഓഫ് ഈച്ച് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻസ്. സാധാരണയായിട്ട് നമ്മൾ
മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾ പറയും, നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ ഒരു 3-4 കൂട്ടം മരുന്നുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 3-4 കൂട്ടം മരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയണേ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് എ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 2 കൂട്ടം വരുന്നുണ്ട്. എന്നിട്ട് എഴുതുമ്പോൾ എ എന്ന് പറഞ്ഞിട്ട് എഴുതി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് അല്ലെ, ഓഫ് ഈച്ച്. അതായത് രണ്ടിന്റെയും ഈക്വൽ എമൗണ്ട് എടുക്കണം അല്ലെ, രണ്ടിന്റെയും 2 മരുന്നുകളുടെ ഈക്വൽ തുല്യ അളവിൽ എടുക്കണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അർത്ഥം ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് അർത്ഥം സാധാരണ യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ദ പ്രിസ്ക്രിപ്ഷൻ കേട്ടോ. അടുത്തതാണ് ABD, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ABD എന്താ? അബ്ഡോമൻ, എളുപ്പമാണ് അബ്ഡോമൻ കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്തതാണ്, അല്ല അത് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, 5 മാർക്ക് ചെയ്തത് സാർ. ABD, സ്മോൾ ലെറ്റർ ABD, അബ്ഡോമൻ കേട്ടോ. അടുത്തതാണ് 5ാമത്തെ മാർക്ക് ചെയ്തതാണ് ABG, ക്യാപിറ്റൽ ആണ് ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് കേട്ടോ. ഇതാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. അതായത് നമ്മളുടെ ശരിക്കും പറഞ്ഞ നമ്മുടെ എന്താ പറയാ ശ്വാസകോശമൊക്കെ ഉണ്ടല്ലോ, ലങ്സിന്റെ ടെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ ABG എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനകത്തുള്ള എന്താ പറയാ ഓക്സിജന്റെ അളവ്, നമ്മൾ ശ്വസിക്കുന്ന അതിനകത്തുള്ള ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ വേറെ പലതും ഉണ്ട്, pH ലെവല്, ആസിഡ് ബേസ് ബാലൻസ്, ബ്ലഡിനകത്ത് കേട്ടോ, ശ്വാസമല്ല ബ്ലഡിനകത്തുള്ള എന്താ പറയാ ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്താ പറയാ അളവ്, അതുപോലെ തന്നെ എന്താണ് പിന്നെന്താ ഞാൻ പറഞ്ഞത്, യെസ് പറഞ്ഞുപോയി, എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. സാധാരണ നമ്മൾ ലങ്സ് ഉണ്ടല്ലോ ശ്വാസകോശം, അതിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡ് അളവ്, അതുപോലെ തന്നെ ആസിഡ് ബേസ് ബാലൻസ്, pH ലെവല്, അങ്ങനെയൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് കേട്ടോ ABG എന്ന് പറയുന്നത്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഓക്കെ, അടുത്തതാണ് സ്മോൾ AC. AC എന്താണ്? ബിഫോർ മീൽസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. AC എന്താണ്? ബിഫോർ മീൽസ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രിസ്ക്രിപ്ഷൻ AC എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ബിഫോർ മീൽസ്, ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ട ഒരു മരുന്നുകളായിരിക്കും. AC എന്ന് പറയുമ്പോൾ ബിഫോർ മീൽസ്, A എന്ന് പറയുമ്പോൾ ബിഫോർ അല്ലെ, അവിടെ അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. AC എന്താണ്? ബിഫോർ മീൽസ് കേട്ടോ, ഭക്ഷണത്തിന് മുന്നേ. അടുത്തത് നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ആണ് ACLS. ACLS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അതാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അതാണ് ACLS എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പെൻഷൻ എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അടുത്തതാണ് ആഡ്ലിബ് കേട്ടോ. ആഡ്ലിബ് എന്ന് പറഞ്ഞ എന്താണ്? ആസ് മച്ച് ആസ് ഡിസൈഡ്, ആവശ്യത്തിനനുസരിച്ച് അല്ലെ, ആസ് മച്ച് ആസ് ഡിസൈഡ് എന്നാണ് ആഡ്ലിബ് കേട്ടോ. ആഡ്ലിബ് മീൻസ് എന്താണ്? ഇങ്ങല്ല എക്സ്പാൻഷൻ ആണ്, ആസ് മച്ച് ആസ് ഡിസൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 5ഉം 7ഉം ആണ് കേട്ടോ. 5ഉം 7ഉം ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പേജിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യാം കേട്ടോ. ഏതാക്കിയാന്ന് അറിയാം? 12 കേട്ടോ. 12 മാർക്ക് ചെയ്തോളൂ. 12, 16 16, 25 25, 27 27. എന്നോട് പറയാണ് 12 12, 16 16, 25 കേട്ടോ 25, then 27 27. കിട്ടിയാണ്. 4 മാർക്ക് ചെയ്തത് 12, 16, 25, 27 കിട്ടിയെന്ന് വിചാരിക്കുന്നു. then നമുക്ക് വായിക്കാം. ADL എന്താണ്? ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ കേട്ടോ. ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. അടുത്തത് AED നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. പഠിച്ചിട്ടില്ലേ നമ്മള്? ആംബുലൻസിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം അല്ലെ, ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാണ്? ഹാർട്ടിലേക്ക് ഒരു ഷോക്ക് കൊടുക്കാണ് അല്ലെ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. AED എന്താണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അടുത്തതാണ് എന്ത്? AF. എന്താണ്? AF എന്താണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ. എന്താണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ഒരു ഇറഗുലർ ആയിട്ടുള്ള എന്താ പറയാ വെരി റാപ്പിഡ് ഹാർട്ട് റിതമാണ് കേട്ടോ. ഹാർട്ട് റിതമാണ്. ഓക്കെ, അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏട്രിയൽ ഫിബ്രിലേഷൻ പഠിച്ചു വെക്കുക. എഫിന്റെ എക്സ്പാൻഷൻ ആണ് ഏട്രിയൽ ഫിബ്രിലേഷൻ. ക്ലിയർ? അടുത്തതാണ് എയ്ഡ്സ്. അത് നമ്മൾ മാർക്ക് ചെയ്തതാണ്. അത് എന്തായാലും പഠിച്ചു വെക്കുക. എയ്ഡ്സ് എന്താണ്? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അല്ലെ? മിക്കവർക്കും അറിയാമായിരിക്കും. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അവിടെ ബാധിക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? AK എന്താണ്? എബവ് ദ നീ എന്നർത്ഥം. എബവ് ദ നീ. AK എന്താണ്? എബവ് ദ നീ, നമ്മുടെ കാൽമുട്ടിന് മുകളില് കേട്ടോ. എബവ് ദ നീ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, AK നമുക്കറിയാം എബവ് ദ നീ. AK എന്താണ്? എബവ് ദ നീ ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാല് മുറിക്കുകയൊക്കെ ചെയ്യുക. അതിനെയാണ് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ കാല് മുറിച്ച് മാറ്റുന്നതിന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ എബവ് ദ നീ ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ കാൽമുട്ടിന് മുകളിൽ വെച്ചിട്ട് കാല് ചെയ്തിരിക്കുകയാണ്, കാല് മുറിക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാലോ. അപ്പൊ AKA എന്നാണ് ഇതിന് പറയാ, എബവ് ദ നീ ആംപ്യൂട്ടേഷൻ. ക്ലിയർ? ഓക്കെ. അടുത്തതാണ് A ലൈൻ. A ലൈൻ എന്ന് പറഞ്ഞ എന്താണ്? ആർട്ടീരിയൽ ലൈൻ ആണ് കേട്ടോ. ആർട്ടീരിയൽ ലൈൻ ആണ് A ലൈൻ. നമ്മൾ പ്രത്യേകിച്ച് ECG അങ്ങനത്തെ എടുക്കുമ്പോൾ അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ആർട്ടീരിയൽ ലൈൻ എന്നാണ് പറയാ കേട്ടോ, A ലൈൻ. അടുത്തതാണ് AMA. എന്താണ്? AMA എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതായത് വൈദ്യോപദേശത്തിന് എതിരായിട്ട് അല്ലെ? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, വൈദ്യോപദേശത്തിന് എതിരായിട്ട്. ഇനി നിങ്ങൾ പഠിക്കും ലാമ എന്നൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പൊ AMA എന്നാണ് അവസാനിക്കുന്നത്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, വൈദ്യോപദേശത്തിന് വിരുദ്ധമായിട്ട്, അതിന് എതിരായിട്ട് എന്നുള്ള അർത്ഥമാണ്. അടുത്തത് നോക്കൂ, സ്മോൾ AMB. എന്താണ്? ആംബുലേറ്ററി. എന്താണ്? ആംബുലേറ്ററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നടക്കാവുന്നത്, നീങ്ങാവുന്നത്, ചലിക്കാവുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ? അതാണ് എന്ത്? ആംബുലേറ്ററി. AMB ആംബുലേറ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയാലിസിസിനകത്ത്. മറ്റേ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ പഠിച്ചിട്ട് CAPD ഓർമ്മയില്ല? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ? നടക്കാവുന്നത്, നീങ്ങാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ. AMB എന്ന് വെച്ചാൽ ആംബുലേറ്ററി. അടുത്തത് എന്താണ്? AMI. ഓക്കെ, AMI. ഓക്കെ, എന്താണത്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ? അത് തന്നെ ഹാർട്ട് അറ്റാക്ക്. എവിടെ പഠിച്ചു നമ്മള്? ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ദാറ്റ് മീൻസ് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ചെറുത്തിൽ പറയുന്നത് മാത്രം, കുറച്ച് നല്ല രീതിയിൽ പറയുന്നത് മാത്രം കേട്ടോ. AMI അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അടുത്തതാണ് AMS കേട്ടോ. AMS എന്താണ്? ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് കേട്ടോ. ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് AMS എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ അല്ലെ? മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കായിരിക്കാം AMS കേട്ടോ. അതായത് ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്, മാറിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയാണ് കേട്ടോ. ANT സ്മോൾ ആണ്. ANT ആന്റീരിയർ അല്ലെ? എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? എന്താണ്? ആന്റീരിയർ. ആന്റ് എന്ന് മാത്രമേ ഒരു അബ്രീവിയേറ്റ്, ഫുള്ളി ഇങ്ങനെ ആന്റീരിയർ എന്നൊന്നും എഴുതി വെക്കില്ല, ANT എന്ന് പറഞ്ഞ് എഴുതി വെക്കില്ല. എന്താണ് ഇതിന് മനസ്സിലാക്കണം? ആന്റീരിയർ. നമ്മൾ ആന്റീരിയർ ഭാഗം പോസ്റ്റീരിയർ എന്നൊക്കെ പറയില്ലേ? മുകൾ ഭാഗം, താഴ്ഭാഗം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അടുത്തതാണ് നോക്കുക, ആറ്റ് കഴിഞ്ഞു. AO into 4 ആണ് കേട്ടോ. AO into 4 ആണ്. ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, X അല്ല. AO into 4 എന്താണത്? അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. എന്താണ് പറയുന്നത്? അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. AO into 4 അത് ശരിക്കും പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. AO into 4 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിക്കും. 4 കാര്യങ്ങൾ, 4 ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. അതിന്റെ മെന്റൽ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഹു ആർ യു, നീ ആരാണെന്ന് ചോദിക്കും. അതുപോലെ വേർ ആർ യു നൗ, നീ എവിടെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, വാട്ട് ഇസ് ദ ടൈം ആൻഡ് ഡേറ്റ്, ഇന്നത്തെ ടൈം എന്താണ്, ഡേറ്റ് എന്താണ്, ആൻഡ് വാട്ട് ജസ്റ്റ് ഹാപ്പൻ ടു യു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കണം. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അവരുടെ എന്താണ് മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ മിക്കവാറും അതൊരു മെന്റൽ ഹെൽത്ത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്.
24x7 എന്നൊക്കെ പറയില്ല, എന്നതുപോലെ AO into 4 നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. Who are you? What is the അതുപോലെ ഞാൻ പറഞ്ഞ who are you, അതുപോലെ തന്നെ where are you now, അതുപോലെ തന്നെ what is the time and date and what just happened to you, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ നമ്മൾ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യാണ് കേട്ടോ. അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്, അവരെ കുറിച്ച് അറിയാനായിട്ട്. ഓക്കെ, ഫോർ. അടുത്തതാണ് AP. എന്താണ്? പല എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. AP എന്ന് പറയുമ്പോൾ അതിന് ഒരു എക്സ്പാൻഷൻ അല്ല, 2-3 ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കി വെക്കാം ഏതൊക്കെയാണെന്ന്. ആന്റീരിയോ പോസ്റ്റീരിയർ, അതുപോലെ തന്നെ ഫ്രണ്ട് ടു ബാക്ക് കേട്ടോ, ഫ്രണ്ട് ടു ബാക്ക്. ആക്ഷൻ പൊട്ടൻഷ്യൽ, ആന്റിന പെക്ടോറിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആർട്ടീരിയൽ പ്രഷർ എന്നിങ്ങനെയുള്ള ഫ്രണ്ട് ടു ബാക്ക് അതിന്റെ മീനിങ് ആണ് ശരിക്കും. ആന്റീരിയോ പോസ്റ്റീരിയർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ AP എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ ആണ് ആന്റീരിയോ പോസ്റ്റീരിയർ. ആക്ഷൻ പൊട്ടൻഷ്യൽ, അതുപോലെ ആന്റിന പെക്ടോറിസ്. ആന്റിന എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്ത് അനുഭവപ്പെടുന്ന അതിശക്തമായിട്ടുള്ള ഒരു പെയിൻ, അതിനെയാണ് നമ്മൾ ആന്റിന എന്ന് പറയുന്നത്. ആന്റിന പെക്ടോറിസ് എന്നാണ് അതിന് പറയാ. അതിന് ആർട്ടീരിയൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുകൾ ഭാഗം, ആർട്ടീരിയൽ പ്രഷർ, അങ്ങനെയൊക്കെയുള്ള എക്സ്പാൻഷൻസ് ഉണ്ട് കേട്ടോ. അടുത്തതാണ് ഇത് APC. എന്താണ്? ഏട്രിയൽ പ്രിമേച്വർ കോംപ്ലക്സ്, അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി, പിന്നെ എന്താണ്? ആസ്പിരിൻ, ഫിന അസറ്റിൻ, കഫീൻ, ഇങ്ങനെ 3 എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. ഏട്രിയൽ പ്രിമേച്വർ കോംപ്ലക്സ്, അതിന് APC എന്നാണ് നിങ്ങൾ പറയാ. അതുപോലെ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി, അതിന്റെ അബ്രീവേറ്റഡ് ആണ് APC. ഇതിനെ പറയാം ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി. Then aspirin, phenacetin, caffeine. Okay, APC, aspirin, phenacetin, caffeine. Okay, അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. അടുത്തതാണ് AQ എന്താണ്? അക്വമൻ എന്ന് ഓർക്കാം, വാട്ടർ ആണ് കേട്ടോ. AQ എന്താണ്? എക്സ്പാൻഷൻ വാട്ടർ ആണ് കേട്ടോ. അടുത്തതാണ് ARDS കേട്ടോ. ARDS എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഇതാണ് ARDS എന്ന് പറഞ്ഞത് കേട്ടോ. എക്സ്പാൻഷൻ എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അടുത്തതാണ് ASA. എന്താണ്? ആസ്പിരിൻ എന്താണ് ശരിക്കും ഫുൾ ഫോം? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. പാരസിറ്റമോൾ ആണ് കേട്ടോ. പാരസിറ്റമോൾ അല്ലേ, അതിന്റെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ അത്, ആസ്പിരിൻ. അതിന്റെ പേര് അസറ്റൈൽ സാലിസിലിക് ആസിഡ് കേട്ടോ. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. ASA കേട്ടോ. പാരസിറ്റമോൾ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ASAP. ASAP എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ, കഴിയാവുന്ന വേഗത്തില്. ആസ് സൂൺ ആസ് പോസിബിൾ, അതാണ് ASAP കേട്ടോ. ആസ് സൂൺ ആസ് പോസിബിൾ. അടുത്തത് നോക്കൂ, ASHD. ആർട്ടീരിയോസ്ക്ലീറോട്ടിക് ഓർ അഥീറോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ് കേട്ടോ. എന്താണ്? ആർട്ടീരിയോസ്ക്ലീറോട്ടിക് ഓർ അഥീറോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് ASHD എന്ന് പറയുന്നത്. നെക്സ്റ്റ് AV അല്ലെങ്കിൽ A-V ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾക്ക് അറിയാം. ഏതാണ്? ആർട്ടീരിയോ വെൻട്രിക്കുലാർ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്? ആർട്ടീരിയോ അല്ല, ഏട്രിയോ വെൻട്രിക്കുലാർ എന്ന് പറയും. ആർട്ടീരിയോ വീനസ് എന്ന് പറയും കേട്ടോ. ആദ്യത്തെ AV എന്താണ്? ആദ്യത്തെ AV ഏട്രിയോ വെൻട്രിക്കുലർ. ആർട്ടറി അല്ല, ഏട്രിയോ വെൻട്രിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ടിന്റെ 4 അറകളാണ് കേട്ടോ. ഏട്രിയംസ്, അതുപോലെ വെൻട്രിക്കിൾസ് അങ്ങനെ പറയും. അതായത് മുകളറകളെ നമ്മൾ ഏട്രിയംസ് എന്ന് പറയും. മലയാളത്തിൽ എന്താ? ഓറിക്കിൾ അങ്ങനെയൊക്കെ പറയും. ഏട്രിയം മലയാളത്തിൽ ഓറിയല്ല, ഓറിക്കിൾ. ഏട്രിയം എന്നാണ് പറയാ കേട്ടോ. ഹൃദയത്തിന് 4 അറയുണ്ടല്ലോ, അതിന് മുകൾ ഭാഗത്തിന് ഏട്രിയം, താഴത്തേന് വെൻട്രിക്കിൾസ് എന്നാണ് പറയാ. അപ്പൊ ഏട്രിയോ വെൻട്രിക്കുലാർ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച AV ഗ്രാഫ്റ്റ് പഠിച്ചില്ലേ? ആർട്ടീരിയോ വീനസ്, അത് ആർട്ടീരിയോ വീനസ്, ധമനി, സിര അങ്ങനെയുള്ള അർത്ഥം. ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടീരിയോ വീനസ് ഉണ്ട്, ഏട്രിയോ വെൻട്രിക്കുലാർ ഉണ്ട്. ഏട്രിയോ വെൻട്രിക്കുലാർ മീൻസ് ഹാർട്ടിന്റെ ഏട്രിയംസും വെൻട്രിക്കിൾസും ആണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുകൾ അറകളാണ് ഏട്രിയംസ്, താഴത്തെ വെൻട്രിക്കിൾസ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയാ പേജിനകത്ത് മാർക്ക് ചെയ്തത് 12, 12, 16, 25, 27.
കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് പേജിൽ മാർക്ക് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. 30 30 കേട്ടോ. 30 മാർക്ക് ചെയ്യാം. 30 നമ്മൾ അബ്രിവിയേഷൻസ് ആണ് കേട്ടോ പറയുന്നത്. 30 30. പിന്നെ 34 34 കേട്ടോ. 34. then 37 37. 41 41. 42 42. then 43 43. ലാസ്റ്റ് 52 ട്ടോ. 52 52. ഒന്നുകൂടെ പറയാണ്. 30 34 37 41. then 42 43 52. കറക്റ്റ് ആണ് കേട്ടോ. ഷെഫിന കറക്റ്റ് ആണ്. 30 34 37 41 42 43 then 52. ശരിയേ? വായിക്കാം നമുക്ക്. ഓക്കെ, അടുത്തതാണ് ക്യാപിറ്റൽ ആണ്. ബി 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 3 ക്യാപിറ്റൽ ലെറ്റർ ബി. എന്താണെന്ന് അറിയോ? ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്നുള്ളതാണ് കേട്ടോ. എക്സ്പാൻഷൻ ആണ് ബി ബി ബി, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. അടുത്തതാണ് ബിഡ്. ബിഡ് അല്ലെങ്കിൽ നമുക്ക് സ്മോൾ എങ്ങനെയും കൊടുക്കാം. ബി ഡി എന്ന് മാത്രം ചോദിക്കാം. ബിഡ് എന്ന് പറയുമ്പോൾ ബി ഐ ഡി ഉണ്ട്, പിന്നെ ബി ഡി എന്ന് മാത്രം വെറുതെ ഷോർട്ടാക്കി എഴുതാം. രണ്ടിനും എക്സ്പാൻഷൻ ഇതാണ്. ട്വൈസ് ഡെയിലി എന്നാണ് കേട്ടോ. ട്വൈസ് ഡെയിലി, ഡെയിലി 2 തവണ കേട്ടോ, 2 പ്രാവശ്യം. ട്വൈസ് ഡെയിലി. അടുത്തതാണ് ബി കെ എ. നമ്മൾ നേരത്തെ കെ എ പഠിച്ചു, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ബി കെ എ, ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. കാൽമുട്ടിന് താഴെ. നേരത്തെ എ കെ പഠിച്ചു, എബവ് ദ നീ ആംപ്യൂട്ടേഷൻ. അത് കാൽമുട്ടിന് മുകളിൽ വെച്ച് ഛേദിക്കും അല്ലെ. ബി കെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ നീ ആംപ്യൂട്ടേഷൻ. കാൽമുട്ടിന് താഴെ വെച്ചിട്ട് ആംപ്യൂട്ടേഷൻ മീൻസ് കാല് മുറിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബി കെ എ കെ കേട്ടോ. അടുത്തത് നോക്കൂ, ബി എം. ക്യാപിറ്റൽ ബി എം എന്താണ്? ബവൽ മൂവ്മെന്റ് കേട്ടോ. ബവൽ മൂവ്മെന്റ്. ഓക്കെ, അടുത്തത് ബി പി. അറിയാം നമുക്ക് എന്താ? ബ്ലഡ് പ്രഷർ. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ബി പി ബ്ലഡ് പ്രഷർ ആണ്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബി എസ് കേട്ടോ. ബി എസ് എന്താണ്? ബാച്ചുലർ ഓഫ് സയൻസ്. ബാച്ചുലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ബി എസ് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ സിയും കൂടി ഉണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ ബി എസ് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് സയൻസ് എന്നാണ് കേട്ടോ. അടുത്തത് നോക്കൂ, ബി എസ് എ. എന്താണ് ബി എസ് എ? എന്താണ് എക്സ്പാൻഷൻ? ബോഡി സർഫസ് ഏരിയ. ബോഡി സർഫസ് ഏരിയ. അടുത്തതാണ് സ്മോൾ ബി എക്സ് കേട്ടോ. സ്മോൾ ബി എക്സ്. ബയോപ്സി. ബയോപ്സി ടെസ്റ്റ് കേട്ടിട്ടില്ലേ? നമ്മൾ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് കേട്ടോ, ബയോപ്സി ടെസ്റ്റ്. അപ്പൊ ബി എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബയോപ്സി എന്നാണ് കേട്ടോ. അടുത്ത നോക്കൂ, സി. സി ഇട്ടിട്ട് ചെറിയൊരു ഇതുപോലെ ഹൈപ്പൺ പോലെ ഉണ്ടെങ്കിൽ വിത്ത് എന്നാണ് കേട്ടോ. അബ്രീവിയേഷനെയാണ് പറയുന്നത്. അതിന്റെ എക്സ്പാൻഷൻ വിത്ത് എന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ എ ഇട്ടിട്ട് എഴുതിയ ബിഫോർ ആണ്. എ സി ബിഫോർ വിത്ത് ആണ്. നമുക്ക് പറഞ്ഞ പോലെ സി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വിത്ത് എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, C0 അറിയാലോ. ഇത് ഈ സിമ്പിൾ കണ്ടിട്ടില്ലേ? സെന്റിഗ്രേഡ് അല്ലെ, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ആണ്. സെന്റിഗ്രേഡ് അഥവാ ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ C0. ഓക്കെ, അടുത്തത് നോക്കൂ, സി എ. സി ക്യാപിറ്റലും എ സ്മോൾ ലെറ്ററും. കാൽസ്യം. അത് നമ്മൾ പൊതുവെ എലമെന്റ്സ് ഒക്കെ എഴുതുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലും പിന്നത്തെ സ്മോളും ആയിട്ടാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ സി എ എന്താണ്? കാൽഷ്യം ആണ്. കാൽഷ്യം കേട്ടോ. ഇനി അത് തന്നെ നോക്കിയേ, സിയും എയും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിലത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സി ക്യാപിറ്റലും സ്മോൾ ആണെങ്കിൽ കാൽഷ്യം ആണ്. അതേസമയം രണ്ടും ക്യാപിറ്റൽ ലെറ്റർ സി ആണെങ്കിൽ എന്താണ്? കാർഡിയാക് അറസ്റ്റ് ആണ് കേട്ടോ. കാർഡിയാക് അറസ്റ്റ്. അടുത്തത് ക്യാബ്ജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർഡിയോളജിയിൽ കേട്ടോ. CABG എന്താണ്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് കേട്ടോ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. നമ്മൾ ബൈപ്പാസ് ഇതിനെ കുറിച്ച് അത് ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ്. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ് അല്ലെ, ബൈപ്പാസ് സർജറി അല്ലെ. ഓപ്പൺ ഹാർട്ട് സർജറി ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അവിടെ ബ്ലോക്കേജ് വരുമ്പോൾ നമ്മൾ ഒരു ഗ്രാഫ്റ്റ് മുഖേന സർജറി എന്താണ് ബ്ലഡിന് ബ്ലഡ് വെസലില് ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും.
ആ ബ്ലോക്ക് നിലനിർത്താൻ വേറെ വഴിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് അതിനോട് ചേർത്ത് നമ്മളൊരു ഗ്രാഫ്റ്റ് അല്ലെ, ഒരു അഡീഷണൽ ഒരു ബ്ലഡ് വെസൽ പോലെ ഒരു ആർട്ടിഫിഷ്യൽ ബ്ലഡ് വെസൽ അവിടെ ഗ്രാഫ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, ഹോളോസിന്തറ്റിക് ട്യൂബ് അവിടെ ഫിറ്റ് ചെയ്യാണ് അല്ലെ. എന്നിട്ട് അതിലൂടെ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വഴി തിരിച്ച് ഹാർട്ടിലേക്ക് വിടുകയാണ്. ബൈപ്പാസ് സർജറിയാണ്, മേജർ സർജറിയാണ്, ഓപ്പൺ ഹാർട്ട് സർജറിയാണ് കേട്ടോ. അതിന് ക്യാപ്റ്റ് എന്നാണ് പറയാ, കൊറോണറി ആർട്ടറി ബൈപ്പാസ്. അടുത്തത് നോക്കാം CAD, അത് നമ്മൾ പഠിച്ചതാണ് അതിനകത്ത്, കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടോ, കൊറോണറി ആർട്ടറി ഡിസീസ് അതൊക്കെ പഠിച്ചു വെക്കുന്നത് നമ്മുടെ എന്താ പറയുക ചാപ്റ്ററിൽ വരുന്നതായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് അതൊക്കെ മാർക്ക് ചെയ്തിട്ട് CAD വരെ മാർക്ക് ചെയ്യുന്നത്. CBC എന്താണ്? ആൻജിന എന്ന് പറയുമ്പോൾ വേറെ വ്യത്യാസമുണ്ട്. ആൻജിന എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലം നമുക്ക് എന്താ പറയാ നെഞ്ചിന് അനുഭവപ്പെടുന്ന വേദനയുണ്ടല്ലോ, ഒരു സിംറ്റം പോലെയാണ്, അത് ആൻജിന പെക്ടോറിസ് കേട്ടോ. ക്ലിയർ. അടുത്തത് CBC എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അസുഖമൊക്കെ വന്ന് നമ്മൾ പോകുമ്പോൾ ഡോക്ടർ എഴുതിയിട്ടുണ്ട് CBC ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കേട്ടോ. CBC എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അത് ലാബിൽ കൊണ്ട് കൊടുത്തു, നമ്മുടെ ബ്ലഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി നോക്കൂ സ്മോൾ CC ഇതാണ്. സ്മോൾ CC എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. ഇതാണ് ക്യൂബിക് സെന്റിമീറ്റർ, ഇതാണ് CC. അത് തന്നെ ക്യാപിറ്റൽ CC ആണെങ്കിൽ വേറെ ആണ് കേട്ടോ. പത്തല്ല, എക്സ്പാൻഷൻ വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ CC ഓർ C/C എന്നാണെന്ന് വെച്ചാൽ ചീഫ് കംപ്ലൈന്റ് എന്നാണ്, ചീഫ് കംപ്ലൈന്റ്. അപ്പൊ സ്മോൾ CC എന്താ? ക്യൂബിക് സെന്റിമീറ്റർ, ഒരു മെഷർമെന്റ് ആണ് അല്ലെ, അത് ഒരു മെട്രിക് സിസ്റ്റം, ഒരു മെഷർമെന്റ് ആണ്. അതേസമയം ക്യാപിറ്റൽ CC ആണെങ്കിൽ എന്താ? ചീഫ് കംപ്ലൈന്റ്. അത് തന്നെ C/C എഴുതാം, C/C എഴുതാം, രണ്ട് ക്യാപിറ്റൽ ആണ്. അടുത്തതാണ് CCU എന്താണ്? എക്സ്പാൻഷൻ, കൊറോണറി കെയർ യൂണിറ്റ്. ചിലയിടത്ത് കാർഡിയാക് കെയർ യൂണിറ്റ് എന്നും കാണാം കേട്ടോ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നും കാണാം. ഓക്കെ, കൊറോണറി കെയർ യൂണിറ്റ് എന്തായാലും ഈ എക്സ്പാൻഷൻ ആണ് നോക്കി വയ്ക്കുക കേട്ടോ. കൊറോണറി കെയർ യൂണിറ്റ്, CCUവിന് നമ്മൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയാം, കാർഡിയാക് കെയർ യൂണിറ്റ് എന്നൊക്കെ എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. ഏതായാലും ഇത് പഠിക്കാം, കൊറോണറി കെയർ യൂണിറ്റ്. പിന്നെന്താണ്? CHF കേട്ടോ. CHF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് കേട്ടോ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അതാണ് CHF എന്ന് പറയുന്നത് കേട്ടോ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അടുത്ത നോക്കൂ CL. അപ്പൊ നമ്മൾ CA പഠിച്ചു, കാൽഷ്യം പഠിച്ചു എന്നതുപോലെ ക്യാപിറ്റൽ Cയും സ്മോൾ ലെറ്റർ L ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? ക്ലോറൈഡ് കേട്ടോ, ക്ലോറൈഡ് ആണ്, ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ CA ആണെങ്കിൽ കാൽഷ്യം, C സ്മോൾ ലെറ്റർ L ആണെങ്കിൽ ക്ലോറൈഡ്. ഓക്കെ, അടുത്തത് CM നമുക്കറിയാലോ സെന്റിമീറ്റർ ആണ്, അതുപോലെ സ്മോൾ M കണ്ട മീറ്റർ ആണെന്ന് നമുക്കറിയാം. അടുത്തത് സെന്റിമീറ്റർ ക്യൂബ് അല്ലെ, CM ക്യൂബ്, അത് CC പോലെ തന്നെ സെയിം അളവാണ്, ക്യൂബിക് സെന്റിമീറ്റർ. CC എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, CM ക്യൂബ് എന്നിട്ടാലും ഇത് തന്നെയാണ് അതിന്റെ എക്സ്പാൻഷൻ, ക്യൂബിക് സെന്റിമീറ്റർ കണ്ടോ. CC ക്യൂബിക് സെന്റിമീറ്റർ, CM ക്യൂബ് എന്ന് പറയുന്നതും ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അടുത്തത് എന്താണ്? CNS എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥ. അതായത് നമ്മുടെ തലച്ചോറും സുഷുമ്നയൊക്കെ ഉൾപ്പെടുന്ന വ്യവസ്ഥയുണ്ടല്ലോ, നാഡീ വ്യവസ്ഥ, അതിനെയാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥ കേട്ടോ. അതിന്റെ ചുരുക്കരൂപമാണ് CNS കേട്ടോ, സെൻട്രൽ നെർവസ് സിസ്റ്റം. ക്ലിയർ. അപ്പൊ നമ്മൾ ആ ഒരു പേജിനകത്ത് മാർക്ക് ചെയ്തത് 30, 34, 49 49 CL ആണ്. CL ക്യാപിറ്റൽ Cയും സ്മോൾ ലെറ്റർ Lഉം എന്തിന്റെയാ ചുരുക്കരൂപമാണ്? ക്ലോറൈഡ്. ക്ലോറിൻ എന്നൊക്കെ നമ്മൾ എഴുതില്ലേ, ആ ക്ലോറൈഡ് എന്നൊക്കെ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ Cയും സ്മോൾ ലെറ്റർ L ആണ്. അർത്ഥം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളാണ്. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ Cയും സ്മോൾ ലെറ്റർ A എഴുതി കഴിഞ്ഞാൽ എന്താണ്? കാൽഷ്യം. ഇനി വരുന്നുണ്ട് ക്യാപിറ്റൽ ലെറ്റർ Lഉം സ്മോൾ ലെറ്റർ A എഴുതി കഴിഞ്ഞാൽ സോഡിയം എന്നാണ് വായിക്കുക കേട്ടോ, അത് ലവണങ്ങളാണ് കേട്ടോ. ക്ലിയർ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ബാക്കി ട്രിക്സ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ബാക്കിയുള്ള അബ്രിവിയേഷൻസ് കുറച്ച് ഭാഗം ട്രിക്സ് കണ്ടിന്യൂ ചെയ്യും. നാളെ ഫസ്റ്റ് അവർ ഞാൻ എഴുതിത്തരും, അപ്പൊ ബാലൻസ് ഉള്ളത് നമുക്ക് തീർക്കാം. നാളെ മിസ് ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒറ്റയ്ക്ക് എടുത്താൽ തീരില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് അബ്രിവിയേഷൻസ് മാർക്ക് ചെയ്തത് ഒന്നുകൂടെ ഞാനൊന്ന് പറയണം. അബ്രിവിയേഷൻസ് മാത്രം കേട്ടോ മാർക്ക് ചെയ്തത് ഒന്നുകൂടി നോട്ട് ചെയ്തോളൂ. 5, 7, 12, 16, 25, 27,
30, 34, 37, 41, 42, 43, then last 52. ബാക്കി ഇനി നെക്സ്റ്റ് ഇത് മാറ്റണ്ട കേട്ടോ, നിങ്ങളുടെ കയ്യിൽ തന്നെ പേനയും ഇതൊക്കെ വെച്ചോളൂ. ട്രീസ മിസ് കയറുമ്പോ ബാക്കിയുള്ള അബ്രിവിയേഷൻസ് മിസ് പറയും കേട്ടോ. പിന്നെ ബാലൻസ് ഉള്ളത് ഞാൻ നാളെ എടുക്കാം. എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ അത് വാഹിദ മിസ് എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. മിസ് വരൂ കേട്ടോ. ഓ എല്ലാരും ശരി എന്നാ, താങ്ക് യു.